വർഷം 1914. ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപിലേക്ക് ഒരു യുവ ഇംഗ്ലീഷുകാരൻ കാലാവസ്ഥാ നിരീക്ഷകനായി എത്തി. അവിടെയുള്ളത് പഴയ ഒരു വിളക്കുമാടവും അതിന്റെ ഭീകരനായ കാവൽക്കാരൻ ഗ്രൂനറും മാത്രം. മുൻ നിരീക്ഷകൻ ടൈഫസ് ബാധിച്ച് മരിച്ചു, ഗ്രൂനർ പറഞ്ഞു. എന്നാൽ യുവാവ് കണ്ടെത്തിയ ഡയറിയിലെ വിചിത്രമായ കടൽ ജീവികളുടെ രേഖാചിത്രങ്ങൾ അവനെ ഭയപ്പെടുത്തി. ആദ്യ രാത്രികളിൽ തന്നെ ഭീഷണിയായി ആ വിചിത്ര ക്രീച്ചേഴ്സ് വിളക്കുമാടത്തെ ലക്ഷ്യമാക്കി ആക്രമിച്ചു. ജീവൻ ഭയന്ന് യുവാവ് വിളക്കുമാടത്തിൽ അഭയം തേടി. അവിടെ വെച്ച് ഗ്രൂനർ താൻ തടവിലാക്കിയ അനേരിസ് എന്ന പെൺ ക്രീച്ചറിനെ അവന് പരിചയപ്പെടുത്തി. ഈ ക്രീച്ചറുകൾ അവളെ വീണ്ടെടുക്കാനാണ് ഓരോ രാത്രിയും വരുന്നതെന്നും അനേരിസ് തന്റെ അടിമയാണ് എന്നും ഗ്രൂനർ പറഞ്ഞു. ക്രൂരനായ ഗ്രൂനർ പലതവണ യുവാവിനെ വഞ്ചിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഓരോ തവണയും അവൻ രക്ഷപ്പെട്ടു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ഗ്രൂനറിന്റെ ഭാര്യയായിരുന്നു ഒരു കാലത്ത് അനേരിസ് എന്ന് സൂചിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന സത്യം യുവാവ് കണ്ടെത്തി. ഒടുവിൽ ഈ ഭ്രാന്തൻ സാഹചര്യം അവസാനിപ്പിക്കാൻ യുവാവും ഗ്രൂനറും ചേർന്ന് ഡൈനാമിറ്റ് ഉപയോഗിച്ച് ക്രീച്ചറുകളെ കൂട്ടത്തോടെ കൊന്നു. എന്നാൽ അനേരിസ് സമാധാനം തേടി തന്റെ കുട്ടിയുമായി മടങ്ങിയെത്തിയപ്പോൾ ഗ്രൂനർ ആ കുഞ്ഞിനെ വെടിവെച്ചു കൊന്നു. രക്തം തിളച്ച യുവാവ് ഗ്രൂനറുമായി ഏറ്റുമുട്ടി. താനാണ് മുൻ നിരീക്ഷകന്റെ അടുത്ത ബന്ധുവെന്ന് യുവാവ് വിളിച്ചു പറഞ്ഞു. ഒടുവിൽ ഗ്രൂനർ കോടാലി താഴെയിട്ട് വിളക്കുമാടത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പുറത്ത് കാത്തുനിന്ന് ക്രീച്ചറുകളുടെ കൂട്ടം അവനെ കൊലപ്പെടുത്തി വർഷങ്ങളായുള്ള അവരുടെ പ്രതികാരം പൂർത്തിയാക്കി. മാസങ്ങൾക്കുശേഷം ദ്വീപിൽ പുതിയ കപ്പലെത്തി. കപ്പൽ ക്യാപ്റ്റനോട് യുവാവ് പറഞ്ഞു, മുൻ നിരീക്ഷകൻ ടൈഫസ് ബാധിച്ച് മരിച്ചു. ഗ്രൂനർ അവനോട് പറഞ്ഞ അതേ നുണ. അനേരിസ് യുവാവിനെ നോക്കി യാത്ര പറയും പോലെ കടലിലേക്ക് നീന്തി മറയുന്നിടത്ത് ആ ദ്വീപിലെ ഭീകരത അവസാനിക്കുന്നു.